പക്ഷേ ജയകുമാറാണ് ലൈൻസ്, ജോൺസണാണ് മ്യൂസിക്. ഒരു IAS ഓഫീസറുടെ കഥയാണ്. പക്ഷെ ആ പടത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ ഒരു സംഭവം ചെറിയാൻ കൽപ്പവാടിയാണ് സബ്ജക്റ്റ്. ചെറിയാൻ പറയുമ്പോൾ ഉണ്ടായിരുന്ന കഥയിൽ നിന്ന് ഒരു ബന്ധമില്ലാത്തൊരു സിനിമയായിട്ടാണ് അത് പിന്നെ മാറിപ്പോയത്. വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. സംഭവം എന്ന് വെച്ചാൽ ഈ ലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ബ്ലഫിങ് ക്യാരക്ടറായിരുന്നു ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു കോളേജിൽ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നവളുടെ ഒരു സിമ്പതി പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി മാത്രം കഥ ഇറക്കി വിടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് മാറ്റിയിട്ട് എനിക്ക് പല IASകാരെയും കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇങ്ങനെ യാതന അനുഭവിക്കുന്ന IASകാരെ ഞാൻ ഒരുപാട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് ഒരു ഇൻസ്പയർ ചെയ്യാനുള്ളൊരു കാരണമാണ്. അതിൻ്റെ ജയകുമാർ അങ്ങനെ ഒറ്റപ്പടം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതാണ് വളരെ തൃപ്തിയായിട്ടുള്ള ലൈൻസുമായിരുന്നു, നല്ല മ്യൂസിക്കുമായിരുന്നു. മൂവന്തിയ പകലിൽ രാവിൻ വിരൽ സ്പർശനം, മൂവന്തിയ പകലിൽ രാവിൻ വിരൽ സ്പർശനം, തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം, മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. ജോൺ സേട്ടനാണ് ഇതിൻ്റെ സംഗീത സംവിധാനം. ജോൺ സേട്ടൻ്റെ സംഗീതത്തിലുള്ള ആ സിഗ്നേച്ചർ നമുക്ക് ഈ പാട്ടുകളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മൂവന്തിയായി എന്ന് തുടങ്ങുന്ന ഗാനം. രാവേറെയായി പിരിയാനരുനാദരു നോവിൻ രാപ്പാടികൾ, രാവേറെയായി പിരിയാനരുനാദരു നോവിൻ രാപ്പാടികൾ, ചൂടാത്തൊരാ പൂമ്പീലികളാ കൂടൊന്നു കൂട്ടിയല്ലോ, ജന്മങ്ങളീ വീണയിൽ മിട്ടുമീനം മൂളുന്നുരാ കാറ്റുകൾ, മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം, തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം, മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. അങ്ങനെ ഒരു അവധിക്കാലത്ത് നെടുമുടി വേണുവിൻ്റെ കഥയാണ്. ഒരുപാട് കാസ്റ്റിംഗ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരു പടമാണ്. ചിലർ ശ്രീനിവാസൻ നല്ല ഒരു പടം ആയിട്ട് എനിക്ക് നല്ല വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ്. എന്നെ ഒരുപാട് സ്ക്രിപ്റ്റിനും ശ്രീനിവാസൻ അതിൽ സഹായിച്ചിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പാട്ടുകാരിയാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടറും. പാട്ടിനോടുള്ളൊരു വെറുപ്പ് വിദ്വേഷമാണ്. പ്രേമം തുടങ്ങാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു മൂല കാരണം വേണമല്ലോ. ചിലപ്പോൾ സ്നേഹത്തോടു കൂടി വെറുപ്പായിരിക്കും സ്നേഹമായിട്ട് മാറുന്നത്. അങ്ങനെ സംഭവിച്ച ഒരു കഥയാണത്. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം, പ്രണയമെഴും ദൂതുവരാൻ ചിറകുതരൂ നിൻ പ്രാവേ,
പ്രേമം നിറഞ്ഞു നിൽക്കുന്നൊരു പാട്ടാണത്. അതിൽ സിറ്റുവേഷനും ഈ ശ്രീനിവാസൻ സംയുക്ത വർമ്മയെ സ്നേഹിക്കുന്നതായിട്ടാണ്, അത് സങ്കല്പിക്കുന്നതായിട്ടാണ് ആ പാട്ടിൽ വിഷ്വൽ ചെയ്തിരിക്കുന്നത്. ആ പാട്ടും അതെ, വളരെ ഒരു സെമി ക്ലാസിക്കലായിട്ടാണ്, ഒരു പാട്ട് ടീച്ചറായിട്ടാണ് സംയുക്ത വർമ്മയെ കാണിച്ചിരിക്കുന്നതിൽ. അപ്പോൾ അവരുടെ ഒരു കഴിവ് തെളിയിക്കുന്ന രീതിയിലാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം. പൂമൊഴിയും കുരുവികളും മഴ നനയും യാമം. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പോലും ജനം മടിക്കാൻ തുടങ്ങി. കാരണം പലർക്കും അക്ഷരം മുഴുവൻ അറിഞ്ഞിട്ട് എഴുതാൻ വന്നാൽ മതി എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഈ സിനിമ ഫോട്ടോഗ്രാഫി വളരെ ചീപ്പായി പോയി എൻ്റെ ഒരു ദുർഗതിയാണ് ഇന്ന് വരുന്നത്. കാരണം വെച്ചാൽ ആർക്കും ഒരു സെൽ ക്യാമറയിൽ നിന്ന് പോലും എടുക്കാമെന്നുള്ളൊരു പ്രവണത വന്നപ്പോൾ എങ്ങനെയും തട്ടിക്കൂട്ടാം എന്നുള്ള സംഭവം. അപ്പോൾ ഒന്നും ഒരു പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവായിട്ടുമില്ല. പക്ഷേ അതേ സമയത്ത് എന്തെങ്കിലും പേരും പറഞ്ഞൊരു പടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പുതിയ ജനറേഷൻ പാർട്ടീസ് ഇതിനിറങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇതാണ് എനിക്ക് പുതിയ ജനറേഷനോട് പറയാനുള്ളത്.